1940 ഇംഗ്ലണ്ടിലെ ജോൺ വെസ്ലി ആസ്ഥാനമായ എപ്വർത്ത് റെഫക്ടറി സന്ദർശിക്കാൻ ചില വിദ്യാർത്ഥികൾ കടന്നു വന്നു. ഇംഗ്ലണ്ടിൻ്റെ ആത്മീയ നവീകരണത്തിനായി ജോൺ വെസ്ലി മണിക്കൂറുകളോളം മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചിരുന്നതായി പറയപ്പെടുന്ന ഒരു നിലപ്പായ അദ്ദേഹത്തിൻ്റെ കിടക്കയ്ക്ക് അരികിൽ ഉണ്ടായിരുന്നു. ആ നിലപ്പായിൽ താൻ മുട്ടുകുത്തി നിന്നിരുന്നതിൻ്റെ അടയാളം നന്നായി കാണാമായിരുന്നു. സന്ദർശക വിദ്യാർത്ഥികൾ അതൊക്കെ കണ്ട് മടങ്ങി അവരുടെ ബസ്സിൽ കയറുന്നതിനിടെയാണ് ഒരാളെ കാണാതായത്. അയാളെ അന്വേഷിച്ച് എല്ലാവരും അവിടെ പരതി. ഒടുവിൽ ജോൺ വെസ്ലിയുടെ കിടക്കയ്ക്കരികെയുള്ള ആ നിലപ്പായിൽ മുട്ടുകുത്തി കിടക്കയിൽ മുഖം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വ്യക്തിയെയായിരുന്നു കണ്ടത്. ആ ചെറുപ്പക്കാരൻ അന്നവിടെ വെച്ച് പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു: ഓ ലോഡ്, ഡു ഇറ്റ് അഗെയിൻ, ഡു ഇറ്റ് അഗെയിൻ. കർത്താവേ, വീണ്ടും ചെയ്യുക, അത് വീണ്ടും ചെയ്യുക. ഒരാൾ ആ ചെറുപ്പക്കാരൻ്റെ തോളിൽ തട്ടിയിട്ട്, ബില്ലി, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അന്ന് ജോൺ വെസ്ലി കിടന്നിരുന്ന മുറിയിലെ നിലപ്പായിൽ നിന്ന് പ്രാർത്ഥിച്ചത് ബില്ലി ഗ്രഹാം എന്ന വ്യക്തിയായിരുന്നു. ജോൺ വെസ്ലിയെ ഇംഗ്ലണ്ടിൻ്റെ ഉണർവിനായി ഉണർത്തിയതുപോലെ തന്നെയും ഉണർത്തണമേ എന്ന് പ്രാർത്ഥിച്ച ബില്ലി ഗ്രഹാം ലോകം കണ്ട ഏറ്റവും വലിയ സുവിശേഷകന്മാരിൽ ഒരാളായി മാറുകയുണ്ടായി. നാമും മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ തയ്യാറെങ്കിൽ ദൈവം അത് വീണ്ടും ചെയ്യും. നമ്മെ ഓരോരുത്തരെയും കൊണ്ട് ദൈവം അത് ചെയ്യും. നമ്മുടെ തലമുറകളെ കൊണ്ട് അത് ചെയ്യിക്കും. സമർപ്പണത്തോടെയും വിശ്വാസത്തോടെയും നമുക്കും പ്രാർത്ഥിക്കാം. ലോർഡ്, ഡു ഇറ്റ് അഗെയിൻ, ഡു ഇറ്റ് അഗെയിൻ. കർത്താവേ, വീണ്ടും ചെയ്യുക, അത് വീണ്ടും ചെയ്യുക. എന്നെ ഉണർത്തുക, എൻ്റെ കുടുംബത്തെ ഉണർത്തുക, എൻ്റെ സഭയെ ഉണർത്തുക, എൻ്റെ ദേശത്തെ ഉണർത്തുക. സമർപ്പിക്കുന്ന ഓരോ വ്യക്തികളെ കൊണ്ടാണ് ദൈവം വൻകാര്യങ്ങളെ ചെയ്യുന്നത്. D.L. മോഡി കൂടെ ഉദ്ധരിച്ചിരുന്ന തൻ്റെ സ്നേഹിതൻ്റെ ഒരു വാചകമത്രേ: ദ വേൾഡ് ഹാസ് യെറ്റ് ടു സീ വാട്ട് ഗോഡ് ക്യാൻ ഡു വിത്ത് എ മാൻ ഫുള്ളി കോൺസെക്രേറ്റഡ് ടു ഹിം. ബൈ ഗോഡ്സ് ഹെൽപ്പ് ഐ എയിം ടു ബി ദാറ്റ് മാൻ. ദൈവത്തിനു വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു മനുഷ്യനെ കൊണ്ട് ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ലോകം ഇന്നേ വരെ കണ്ടിട്ടില്ല. ദൈവത്തിൻ്റെ സഹായത്താൽ ആ മനുഷ്യനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഡിയർ ഫ്രണ്ട്സ്, നമുക്കും ആ മനുഷ്യനാകാൻ ആഗ്രഹിക്കാം. എന്നിട്ടിങ്ങനെ പ്രാർത്ഥിക്കാം: ഓ ലോഡ്, ഡു ഇറ്റ് അഗെയിൻ, ഡു ഇറ്റ് അഗെയിൻ. ആമേൻ. ഹാവ് എ പ്ലസന്റ് ഡേ.